ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷറിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്ന് നമ്മുടെ അനാലിസിസ് നിഫ്റ്റി ഓർ നിഫ്റ്റി 50 എന്നല്ലാതെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ആയിരുന്നില്ല ഡ്യൂ ടു ഈദ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയിരുന്നു. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 1.32% നെഗറ്റീവായിട്ടാണ് ഇന്നലെ ഓപ്പൺ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത്. കാരണം ഒബ്വിയസ് ആണ്, US ഇറാൻ വാർ ടെൻഷൻസ് ആണ്. ഈ ഒരു സിനാരിയോ ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുക, ഈ വാർ സിനാരിയോ. പക്ഷേ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഈ മിനിഞ്ഞാന്ന് എവിടെയാണോ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയത് ആ ലെവലിൽ തന്നെ ഓപ്പൺ ആയി അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സ് കാണും. കാരണം ഈ ഒരു ഫോള് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ്സ് ഉണ്ടായില്ല ബിക്കോസ് ഓഫ് ദ ഹോളിഡേ. അതിനുശേഷം നമ്മൾ ഏകദേശം സെയിം ലെവലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സും സെയിം ലെവൽ, അതായത് ഇന്ത്യയുടെ നിഫ്റ്റിയും സെയിം ലെവലിൽ ഓപ്പൺ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് വേണ്ടി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ടോ, ഈ ലെവലിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു സ്ട്രോങ് ഫോൾ ഇന്നലെ നിഫ്റ്റി ഓപ്പൺ ആയിരുന്നെങ്കിൽ വന്നേനെ. പക്ഷേ ഇന്നലെ ഹോളിഡേ ആയതുകൊണ്ട് ആ സ്ട്രോങ് ഫോൾ വന്നില്ല. സോ സെയിം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പകരം ബാങ്ക് ബീസ് നോക്കിയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സോ ബാങ്ക് ബീസ് നോക്കുകയാണെങ്കിലും അത്ര നല്ല ഒരു സ്ട്രെങ്ത് ഒന്നും കാണിക്കുന്നില്ല ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി സ്ട്രോങ് ആണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. മേ ബി ഈ US ഇറാൻ വാറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഒന്നും കൂടെ നല്ലൊരു നല്ലൊരു മൂവ് കൂടെ നമുക്ക് മുകളിലേക്ക് കിട്ടിയേനെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് അൺപ്രഡിക്റ്റബിളായ മനുഷ്യനാണ്. എപ്പോൾ യുദ്ധം ചെയ്യും, എപ്പോൾ ചെയ്യില്ല, എപ്പോൾ ട്രൂപ്സിനെ തിരിച്ചു വിളിക്കുമെന്നൊന്നും നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കുറച്ച് യുദ്ധം ചെയ്യുന്നു ആൾ, പിന്നെ ചെയ്യുന്നില്ല എന്ന് പറയുന്നു, പിന്നെ സഡൻലി ചെയ്യുന്നു. സോ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള വളരെ അൺപ്രഡിക്റ്റബിളായ ബിഹേവിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല അടുത്ത് എന്ത് സംഭവിക്കുന്നുള്ളൂ. സോ നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ ഇന്നലത്തെ ഒരു ഫോളിൽ നിന്ന് നമ്മുടെ മാർക്കറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കി കാണാം. പിന്നെ നമുക്ക് നോക്കുക ഇന്ത്യ വിക്സ് ആണ് പരിശോധിക്കേണ്ട ഒരു ഇൻഡെക്സ്. സോ ഇന്ത്യ വിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യ വിക്സ് ഒരു ലാസ്റ്റ് 3 ഡേയ്സിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് 17 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എങ്ങനെ ഒരു 17 മുകളിലേക്കൊക്കെ ഇന്ത്യ വിക്സ് പോയി കഴിയുമ്പോൾ മാർക്കറ്റ് വളരെ സ്ലോ ആയി തുടങ്ങും, ഡ്രാഗ് ചെയ്ത് തുടങ്ങും മാർക്കറ്റ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബെയറിഷ് സിനാരിയോയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. എസ്പെഷ്യലി വലിയ വലിയ ക്യാൻഡിലൊക്കെ വെച്ച് പോകുമ്പോൾ അതൊരു ബെയറിഷ് സിനാരിയോ തന്നെയാണ്. പക്ഷെ മാർക്കറ്റ് 17 മേ ബി മാർക്കറ്റ് മുകളിൽ പോയിട്ട് വീഴുമ്പോഴും അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു 17 12 ഇടയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ചോപ്പ് ചെയ്ത് മാർക്കറ്റിലെ ഇന്ത്യ വിക്സ് ചോപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഇന്ത്യൻ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റ്സിലെല്ലാം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ പേഴ്സണൽ സ്റ്റഡിയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കാം. പല സിനാരിയോസും ഇന്ത്യ വിക്സിൻ്റെ പല ഏരിയസും നോക്കിയിട്ട് ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ ആ സമയത്ത് എങ്ങനെയായിരുന്നു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇന്ത്യ വിക്സ്. സോ ഒരു സമ്മറി ഓഫ് അനാലിസിസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കുറച്ച് വീക്കാണ്. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് നിഫ്റ്റി ഗോയിങ് അപ്പ് വാസ് ഹൈ. പക്ഷേ റൈറ്റ് നൗ ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് നിഫ്റ്റിയും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും ഒരു ചെറിയ ബെയറിഷ്നസ് വരാമോ എന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് ഒരു സ്ട്രോങ് ഓപ്പണിംഗ്, 1% സ്ട്രോങ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ കൊടുത്ത എല്ലാം തിരിച്ച് ഗെയിൻ ബാക്ക് ചെയ്തു എന്നൊരു സിനാരിയോ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സും ഒരു സ്ട്രോങ് ഓപ്പണിംഗ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നലത്തെ ഒരു ബെയറിഷായ ഒരു 1.32% നെഗറ്റീവ് ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റി ഇൻഡെക്സ് രക്ഷപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് മാർക്കറ്റ്സ്. അതുപോലെ തന്നെ ചാർട്ടിങ്ങിൽ നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ഓവർ 20 MA
പോസിറ്റീവ് അല്ലേ, ചെറിയൊരു സ്റ്റോളിംഗ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ സ്റ്റോളിങ്ങിന് ശേഷം മുകളിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡാണ് മെയിനായിട്ട് ഞാൻ നോക്കാറ്. ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ഒരു അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മൂവിങ് ആവറേജ് മുകളിൽ തന്നെയാണ് ഷോർട്ട് ടേം ട്രെൻഡ്, അതും പോസിറ്റീവ് സിനാരിയോ ആണ്. അതുപോലെ സ്റ്റോക്സ് അബൌട്ട് 200 EMAയും ഒരു 40ക്ക് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാർക്കറ്റ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. സോ 45ൻ്റെ മുകളിൽ ഒരു അപ് ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം മാർക്കറ്റിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി ഈ പറഞ്ഞ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത് നിഫ്റ്റി ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് മൊമെൻറ്റം കിട്ടും. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ ലോ ചാർട്ട് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവായ സിനാരിയോ ആണ് നമുക്കിവിടെ കാണുന്നത്. 0ക്ക് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അതും ചെറിയൊരു പുൾ ബാക്കിന് ശേഷം നല്ല രീതിയിൽ ഹയർ റൈസ് ക്രിയേറ്റ് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. മാർക്കറ്റ് ബ്രെഡ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ലാസ്റ്റ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് നമ്പേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലങ്ങനെ പേടിക്കാൻ തക്കവണ്ണമുള്ള ഒരു ബെയറിഷ്നെസ്സും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഒബ്വിയസ്ലി ഒരു എക്സ്ട്രീം ബുള്ളിഷ് നമ്പേഴ്സാണോ ഇതെന്ന് പറഞ്ഞാൽ അല്ല. അല്ലെങ്കിൽ ഒരു 2020 മാർക്കറ്റിലെ ഒരു രീതിയിലുള്ളൊരു ബുള്ളിഷ് നമ്പേഴ്സ് ആണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഇതിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു 2020 ഒബ്വിയസ്ലി 2021 മാർക്കറ്റ്സ് ഒക്കെ. പക്ഷേ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് 1.5 കൊല്ലത്തിന് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ ഒരു വീക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ വീക്കിൻ്റെ ക്ലോസിങ്ങിനനുസരിച്ചായിരിക്കാം ഈ വരുന്ന നെക്സ്റ്റ് വീക്കിൻ്റെ പെർഫോമൻസും. സോ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനിയും എല്ലാ ദിവസവും ഇങ്ങനത്തെ എൻ്റെ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.